അങ്കമാലിക്കടുത്തുള്ള പുളിയനം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. പണ്ട് കാലത്ത് ഇവിടെ ഒരു പുലിവനമായിരുന്നു, പുലികളുടെ വനം. ഈ പുലിവനം എന്ന പേരിൽ നിന്നാണ് പുളിയനം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഞാനിപ്പോൾ ഇവിടുത്തെ കുന്നിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി ഏരിയയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. നമ്മള് പുളിയനം എന്ന് മാപ്പിൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രദേശം കാണാൻ സാധിക്കും. ഒരുപാട് ജലാശയങ്ങൾ ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലം. അത് ഇവിടെയാണ്. അതായത് കുറെ മടകളാണ്, പാറമടകൾ. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 15-ലധികം പാറമടകളുണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു പൊതു ശ്മശാനമാണ്. ഈ കാണുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ട് ശവങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിത പുതിയൊരു കെട്ടിടമാണ്. വർക്കിംഗ് ആയിട്ടില്ല. ആരോരും ഇല്ലാത്ത ആൾക്കാരുടെ ശവശരീരങ്ങളുണ്ടല്ലോ, അതായത് ഈ 1 ഡേ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് റൂട്ടിൽ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരുടെ ശവശരീരങ്ങളൊക്കെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പണി കഴിപ്പിച്ച ശവക്കോട്ടയാണത്. പാതിരാത്രിയിൽ വരെ ഇവിടെ ശവങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. ഈ ശവക്കോട്ട കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്. കാരണം പ്രേതശല്യം ഉണ്ടെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഇവര് പ്രേതത്തെ തെണ്ടൻ എന്നാണ് പറയുന്നത്. തെണ്ടൻ തല്ലുക എന്നൊക്കെ പറയും. ഈ തെണ്ടന്റെ ശല്യം പകരം ഉണ്ടായിട്ടുണ്ട്. കന്നുകാലികളെ തീറ്റാൻ കൊണ്ടുവരുന്ന ആൾക്കാരെ തെണ്ടൻ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഇവിടുത്തെ പാറമടകളില്ലേ, ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. പാറമടയില് പണി ഉണ്ടായിരുന്ന സമയത്ത് പാറക്കല്ല് മേത്തേക്ക് വീണ് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മടയില് മുങ്ങി ചിലവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഈ ഒരു മടയില് ഒരു ചേച്ചി വിഷുദിനത്തിന് അന്ന് മരിച്ചിട്ടുണ്ട്. ഇവിടെ പകല് പോലും വരാൻ നാട്ടുകാർക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പുല്ല് കെട്ടി കിടക്കുന്നത് കേട്ടോ. ആരും ഈ ഭാഗത്തേക്ക് ഇപ്പൊ വരാറില്ല. ചെറുതായിട്ടൊരു വഴിച്ചാലുണ്ട്, പക്ഷെ നമ്മൾ പേടിച്ചു വേണം വരാനായിട്ട്. കാരണം പാമ്പിന്റെ ശല്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അവിടെ അകലെ കാണുന്നില്ലേ, അത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലെ മാളയാണ് കാണുന്നത്. അവിടുത്തെ വാട്ടർ ടാങ്ക് ഒക്കെ ആദ്യം കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പൊ വ്യക്തമല്ല. 2000-ന് മുമ്പൊക്കെ വരെ ഇവിടെ കുറുക്കന്മാരുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ മൊയിലുകളൊക്കെ കാണാൻ സാധിക്കും. മൊയിലുകളൊക്കെ ഇങ്ങനെ ഇതിൽ കൂടെ ഓടിപ്പോകും. പിന്നെ ഇവിടുത്തെ മടകളൊക്കെ അറിയപ്പെടുന്നത് ഇതിന്റെ ഓണർമാരുടെ പേരിലാട്ടോ. ഇത് ഒരു മത്തായിച്ചാന്റെ മടയാണ്. കാരണം മത്തായി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതിന്റെ ഓണർ. പിന്നെ അതിന്റെ അപ്പുറത്ത് കാണുന്നത് ബേബി എന്ന് പറഞ്ഞ ചേട്ടന്റെ മട. ആ നിൽക്കുന്നതിന്റെ പുറകിൽ ഒരു മടയുണ്ട്. അവിടെ 2 പേര് കല്ല് ഇടിഞ്ഞു വീണ് മരിച്ച മടയാണ്. ഈ മട കണ്ടതിന് ശേഷം നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങാം. താഴെ നിന്ന് മടകളുടെ വ്യൂ ഒന്ന് കാണാം. അങ്ങനെ ആ മടയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ കാണുന്ന കല്ല് പൊന്തിക്കുന്ന ഭാഗങ്ങളില്ലേ, അതുപോലെ ഒരു കല്ലും കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കല്ല് താഴേക്ക് വേണ്ടിയിട്ടാണ് പണി നടക്കുന്ന സമയത്ത് 2 പേര് മരിച്ചത്. ഈ പുളിയനത്ത് നിന്ന് 1 കിലോമീറ്റർ നീങ്ങിയാൽ എളവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാറമടയുള്ളത്. അത് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മടകളൊക്കെ സ്റ്റേ വന്നിട്ട് ഇപ്പൊ കുറെ നാളുകളായി. ഈ മഴവെള്ളം കെട്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ജലാശയം പോലെ ആയത്. ഇപ്പോൾ ഈ മടകളിലൊക്കെ മീൻ വളർത്തലാണ്. വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. താഴെ നിന്ന് ആളുകൾ ചൂണ്ടിടാൻ വേണ്ടി ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ മുതലാളിമാർ ക്യാമറ വെച്ചു ആരാണ് മീൻ പിടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വലിയ മീൻ പിടിച്ചാൽ ചിലപ്പോൾ അതിന്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇനി ഇവിടുന്ന് മുകളിലേക്കുള്ള എല്ലാ മടകളും ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് ഉള്ളത്. കാരണം ഇതെല്ലാം ഒരാൾ മേടിച്ചിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചു പോയിട്ടോ. പക്ഷെ ഇദ്ദേഹം മേടിച്ചതിന് ശേഷം അത് നല്ലപോലെ വർക്കിംഗ് ആയിട്ടില്ല. ഈ ആൾക്കാർ സമ്മതിക്കില്ലല്ലോ ഒരാളെ നന്നാവാനായിട്ട്. കേസ് കൊടുത്തു, സ്റ്റേ വന്നു, പിന്നെ മഴയൊക്കെ നിർത്തിയിട്ടു. ആളുടെ ക്രഷറൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ വർക്കിംഗ് അല്ല. ഈ മതിൽക്കെട്ടിനുള്ളിലേക്ക് ഇനി നമുക്ക് അങ്ങനെ കയറാൻ സാധിക്കില്ല. അപ്പൊ നമുക്കിനി ആ വലിയ പാറമട കാണാം, എളവൂരിലുള്ളത്. ഈ എളവൂരിലുള്ള പാറമടയെ കുറിച്ച് ഞാൻ വേറെയും ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ പറഞ്ഞ മട. ഏകദേശം 1/2 കിലോമീറ്ററിലധികം നീളമുണ്ട്. ഇതിന്റെ ഒരറ്റത്തുനിന്ന് നിന്നാൽ മറ്റേറ്റം കാണാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല നീളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബെൻഡും ഉണ്ട്. ഇതിനേക്കാൾ നീളമുള്ള ഒരു വലിയ പാറമട കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്